അനൂപ് 10 മണിക്ക് നിർണായകമായ വാർത്താ സമ്മേളനം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും സംയുക്ത വാർത്താ സമ്മേളനമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഇന്നലെ രാത്രി. അത്രയധികം ഡ്രോണുകളും മിസൈലുകളുമാണ് പാക് മണ്ണിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. പക്ഷേ എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഈ 2 പാക് സൈനികർ കസ്റ്റഡിയിലുണ്ട്, പാക് പൈലറ്റുകൾ കസ്റ്റഡിയിലുണ്ടെന്നൊക്കെ വിവരങ്ങളുണ്ട്. അതിനൊക്കെ ഒരു കൺഫർമേഷൻ വേണം അനൂപ്. അതെ, ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ മുന്നിലില്ല. സേനയുടെ ചില ട്വിറ്റർ ഹാൻഡിലുകളിൽ അവർ പങ്കുവെച്ച വിവരങ്ങൾ മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഇന്നലെ എപ്പോഴാണ് ഈ ആക്രമണവും പ്രത്യാക്രമണവും ആരംഭിച്ചത്, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ ഭാഗത്തേക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് പ്രയോഗിക്കപ്പെട്ടത്, പാകിസ്ഥാന്റെ ഏതെങ്കിലും സൈനിക ഉദ്യോഗസ്ഥരോ അതല്ല സൈനിക മറ്റ് ജീവനക്കാരോ നമ്മുടെ പക്കലുണ്ടോ, നമ്മുടെ കസ്റ്റഡിയിലുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പാകിസ്ഥാന്റെ ഭാഗത്ത് ഏതു നിലയിലുള്ള ഇടപെടലാണ് ഇന്ത്യൻ സേന ഇന്നലെ രാത്രി നടത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം 10 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവും. അതുമാത്രവുമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരുക തന്നെയാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ് എന്നത് അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണമാണ് 10 മണിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സമയവും അതിർത്തിയിലെ മിക്ക മേഖലകളിലും, അത് രാജസ്ഥാന്റെയും പഞ്ചാബിന്റെയും ജമ്മു കാശ്മീരിന്റെയും ഒക്കെ അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പട്ടാളക്കാർ പരസ്പരം അനൂപിലേക്ക് മടങ്ങി വരാം. വളരെ അനൂപ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാത്തിനും ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പല അഭ്യൂഹങ്ങളും പല മിസ് ഇൻഫർമേഷനും സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നുണ്ട്. അതിലൊന്നും വിശ്വസിക്കരുത്, ഒന്നിനും പാനിക് ആവരുത്. നമുക്ക് കൃത്യമായ ആധികാരികമായ വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ ആശ്രയം. രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനമുണ്ട്. അപ്പോൾ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ ഇനി എങ്ങനെ മുന്നോട്ട്, ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിച്ചത്, ആ വിവരങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ സർക്കാർ.